അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് കാനഡ. ഏകദേശം $2000 കോടി മൂല്യം വരുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കാണ് കാനഡ 50% വരെ തീരുവ പ്രഖ്യാപിച്ചത്. കാനഡയ്ക്ക് മേൽ US 50% ഇറക്കുമതി തീരുവ ചുമത്തിയതിന് തിരിച്ചടിയായാണ് പുതിയ പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതാണ് തീരുമാനം. സ്റ്റീൽ, ഡയറി ഉൽപ്പന്നങ്ങൾ, വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ എന്നിവയ്ക്കൊപ്പം നിത്യോപയോഗ സാധനങ്ങളായ സമുദ്ര വിഭവങ്ങൾ, ചീസ്, വസ്ത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ടോയ്ലറ്റ് പേപ്പർ എന്നിവയെയും നികുതി വർധനവ് ബാധിക്കും. ചില ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ നികുതി നിരക്കുകൾ സെപ്റ്റംബർ 8 മുതൽ പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് US ചുമത്തിയ അതേ നിരക്കിലാണ് തീരുവ ഈടാക്കുക. ജൂലൈയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്ക് 50% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചത്. തീരുവ ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ചർച്ച നടത്തിയെങ്കിലും തകർന്നു. US-ലേക്കു കാനഡയുടെ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 5%യാണ് തീരുവ ബാധിക്കുക. പാലുൽപ്പന്നങ്ങൾ, വൈൻ, നോൺ ആൽക്കഹോളിക് ബിയർ, വസ്ത്രം, സിമന്റ്, ഫർണിച്ചർ തുടങ്ങിയവയെ തീരുവ ബാധിക്കും. US-ഉമായുള്ള വ്യാപാരത്തിൽ കാനഡ അസമത്വങ്ങൾ കാട്ടുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.